മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിനു വേണ്ടി എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്ന് ലോകത്തിന് ആദ്യമായി കാട്ടിത്തന്ന വ്യക്തിയാണ് അമേരിക്കയിലെ കത്തോലിക്ക ആർച്ച് ബിഷപ്പായിരുന്ന ഫുൾട്ടൺ ജെ ഷീൻ. മീഡിയ ഇവാഞ്ചലിസ്റ്റും എഴുത്തുകാരനും എമ്മി അവാർഡ് ജേതാവുമായിരുന്ന അദ്ദേഹം TV, റേഡിയോ പ്രഭാഷണങ്ങളിലൂടെ മില്യൺ കണക്കിന് ആളുകളെയാണ് കർത്താവിലേക്ക് അടുപ്പിച്ചത്. ദിവ്യകാരുണ്യത്തോടുള്ള അദമ്യമായ ഭക്തിയായിരുന്നു ഫുൾട്ടൺ ജെ ഷീന്റെ ആത്മീയതയുടെ അടിസ്ഥാനം. വൈദികനായി അഭിഷിക്തനായ ദിവസം അദ്ദേഹം ദൈവവുമായി ഒരു വാഗ്ദാനത്തിൽ ഏർപ്പെട്ടിരുന്നു. 1 മണിക്കൂർ എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധന നടത്തുമെന്ന്. പുരോഹിതനായ 60 വർഷക്കാലവും അദ്ദേഹം ആ വാക്ക് പാലിച്ചു. എന്തിന് 1979 ഡിസംബർ 9 ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീൻ മരണമടഞ്ഞതുപോലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ചാപ്പലിൽ സക്രാരിക്ക് മുന്നിൽ വെച്ചായിരുന്നു. കാത്തലിക് ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു അദ്ദേഹം കൂടുതലും വിശ്വാസികളെ സ്വാധീനിച്ചിരുന്നത്. സുവിശേഷവൽക്കരണത്തിന് മാധ്യമങ്ങളെ ഉപയോഗിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് എമ്മി അവാർഡ് ലഭിച്ചത്. ഒരു വിനോദോപാധി എന്ന നിലയിൽ ടെലിവിഷൻ അതിന്റെ സുവർണകാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന അവസരത്തിലായിരുന്നു സുവിശേഷം പറയാൻ അദ്ദേഹം TV പ്രയോജനപ്പെടുത്തിയത് എന്നതാണ് അതിശയകരം. 1952 എമ്മി അവാർഡ് അദ്ദേഹം നേടിയത് സെക്യുലർ രംഗത്ത് അക്കാലത്ത് പ്രഗത്ഭരായിരുന്ന പലരെയും പിന്തള്ളിക്കൊണ്ടായിരുന്നു. തിയോളജി, ഫിലോസഫി, സ്പിരിച്വാലിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ ഡസൻ കണക്കിന് പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളിൽ നിന്നും ടെലിവിഷൻ പ്രഭാഷണങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനം സൊസൈറ്റി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ ഫെയ്ത്തിന് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഡൊണേഷൻ നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീന്റെ മരണത്തിന് 2 മാസങ്ങൾക്ക് മുൻപാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ സന്ദർശിച്ചത്. സഭയുടെ വിശ്വസ്തനായ പുത്രൻ എന്നായിരുന്നു അന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഷീനെ വിശേഷിപ്പിച്ചത്. 2012 ബെനഡിക്ട് 16 പാപ്പ അദ്ദേഹത്തെ ധന്യ പദവിയിലേക്ക് ഉയർത്തി. 2019 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന അവസരത്തിലാണ് അപ്രതീക്ഷിതമായ ചില അനാവശ്യ തർക്കങ്ങൾ ഉടലെടുത്തത്. അതോടെ നാമകരണ നടപടികൾക്ക് മേലെ താൽക്കാലികമായ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ 6 വർഷത്തെ കാലതാമസത്തിന് ശേഷം ഷീനിന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം ഇല്ലിനോയ്സിലെ പിയോറിയയിൽ നടക്കുമെന്ന് പിയോറിയ രൂപത അറിയിച്ചു. എന്നാൽ പുതിയ തീയതി സംബന്ധിച്ച തീരുമാനം വ്യക്തമായിട്ടില്ല. 2019 ജൂലൈ 6 ഷീന്റെ മധ്യസ്ഥതയിൽ സംഭവിച്ച അത്ഭുതം ഫ്രാൻസിസ് പാപ്പ സ്ഥിരീകരിക്കുകയും ഡിസംബർ 21 വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനാണ് പിന്നീട് തടസ്സങ്ങൾ ഉണ്ടായത്. ഇല്ലിനോയ്സിൽ ജനിച്ച ഷീനിനെ ഇല്ലിനോയ്സിൽ ജനിച്ച ലെയോ 14 പാപ്പയുടെ കാലത്ത് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കണം എന്നതായിരിക്കാം ദൈവഹിതം. ധന്യൻ ഫുൾട്ടൺ ജെ ഷീൻ അൾത്താര വണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ദിവസത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം.